നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ തൃശൂർ AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മണ്ണുത്തി നെട്ടിശ്ശേരിയിൽ ബൈക്കിലെത്തി സ്ത്രീയുടെ സ്വർണമാല കവർച്ച നടത്തിയ പ്രതിയെ സാഹസികമായി പിടികൂടി. കൊരട്ടി പ്രൊബേഷൻ SI അരുൺകുമാറും സംഘവും. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത ചെമ്പൂത്രയിൽ വാഹനമിടിച്ച് മയിൽ ചത്തു. ദേശീയപാതയിൽ ക്യാറ്റിൽ അണ്ടർപാസ് നിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് പ്രമേയം. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ തൃശൂർ AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ഒരുക്കിയ ബാരിക്കേഡുകൾ തകർത്ത് പ്രവർത്തകർ AG's ഓഫീസ് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതോടെ സ്ഥിതി സംഘർഷഭരിതമായി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയ SFI രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലാണ് ചോദ്യപേപ്പർ ചോർച്ച നടന്നതെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. ചോദ്യപേപ്പർ പരീക്ഷ നടത്തിയവർ തന്നെ ചോർത്തി കോച്ചിംഗ് സെന്ററുകളിലേക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ചുവിറ്റു എന്നാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. പിടിപ്പിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികളെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു. നീറ്റ് പരീക്ഷ എഴുതി വിധി കാത്തിരുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ന് നിരാശരായിരിക്കുന്നത്. ആ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ വിദ്യാർത്ഥികളുടെ വേദനകളിൽ നിന്നുകൊണ്ടാണ്, അവർക്ക് വേണ്ടിയാണ് SFI ഇന്നലെ മുതൽ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് സമാനമായി നീറ്റ് മുഖാന്തരം സ്വപ്നങ്ങൾ തകർത്തെറിയപ്പെട്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ നീതിക്കായി അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടങ്ങൾക്കാണ് SFI നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് SFIയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കാൻ നാം തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ രാജ്യം ആലോചിക്കേണ്ടത്, വിദ്യാർത്ഥികൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത്, 10 വർഷക്കാലം രാജ്യത്ത് തുടർച്ചയായി ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 11ാമത്തെ വർഷം രാജ്യത്ത് പൂർത്തിയാക്കപ്പെടുമ്പോൾ ഈ 11 വർഷക്കാലത്തിനിടയ്ക്ക് 4 തവണയാണ് ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന നീറ്റ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോരുന്നത് എന്നതും, ആ ചോദ്യപേപ്പർ രാജ്യത്തെ തന്നെ വൻകിട കുത്തക കോച്ചിംഗ് സെന്ററുകൾക്ക് മറിച്ചുവിറ്റുക എന്നതും, ആ എല്ലാ സാമ്പത്തികമായ ചുറ്റുപാടുകളെയും പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളെയും മറികടന്ന് അനർഹമായ സ്ഥാനങ്ങളിൽ എത്തുന്നത് എന്നത് സമീപകാല ഇന്ത്യൻ ചരിത്രം പഠിച്ചാൽ എനിക്കും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. 2016-ൽ, 2021-ൽ, 2024-ൽ, ഇപ്പൊ ഇതാ 2026-ൽ ഈ രാജ്യത്തെ 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ
ചോരുകയാണ്. ആ ചോദ്യപേപ്പർ പരീക്ഷ നടത്തുന്നവർ തന്നെ ചോർത്തി കോച്ചിങ് ഏജൻസികൾ വഴി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ചു വിൽക്കുകയാണ്. പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ 1 കോടി രൂപയ്ക്കാണ് ഈ നീറ്റ് പരീക്ഷയുടെ ഊഹപേപ്പർ എന്ന പേരിൽ വ്യാജമായി തയ്യാറാക്കിയത് എന്ന് ഇപ്പോ കേന്ദ്ര സർക്കാർ പറയുന്ന യഥാർത്ഥ പരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങൾ തന്നെ. മണ്ണുത്തി നെട്ടിശ്ശേരിയിൽ ബൈക്കിലെത്തി സ്ത്രീയുടെ സ്വർണമാല കവർച്ച നടത്തിയ പ്രതിയെ സാഹസികമായി പിടികൂടി കൊരട്ടി പ്രൊബേഷൻ എസ്ഐ അരുൺകുമാറും സംഘവും. നെട്ടിശ്ശേരിയിൽ പലചരക്ക് കടയുടമയുടെ സ്വർണമാല കവർന്ന പ്രതിയാണ് കൊരട്ടി പോലീസ് പിന്തുടർന്ന് പിടികൂടിയത്. കൊരട്ടിയിൽ ഇന്നലെ ജോലിയിൽ പ്രവേശിച്ച പ്രൊബേഷൻ എസ്ഐ ജെ അരുൺകുമാർ, സിപിഒമാരായ NV ശ്രീജിത്ത്, ജിതിൻ ആന്റണി, KAPCPO TC ഗോകുൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ നെട്ടിശ്ശേരിയിൽ പലചരക്ക് കട നടത്തുന്ന ജയശ്രീയുടെ കഴുത്തിൽ നിന്നാണ് ബൈക്കിലെത്തിയ പ്രതി 4 പവന്റെ സ്വർണമാല പൊട്ടിച്ചെടുത്തത്. സന്ദേശം ലഭിച്ച ഉടൻ പ്രൊബേഷൻ എസ്ഐ ജെ അരുൺകുമാർ മണ്ണുത്തി പോലീസുമായി ബന്ധപ്പെട്ട് പ്രതിയെയും ഉപയോഗിച്ച ബൈക്കിനെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. കൊരട്ടിയിൽ വാഹന പരിശോധന ശക്തമാക്കി. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ബൈക്കിനെ പിന്തുടർന്ന് പിടികൂടി. ചോദ്യം ചെയ്യലിൽ രാമവർമ്മപുരം വില്ലടം സ്വദേശിനി റിജു വിൽസനാണ് മോഷണം നടത്തിയതെന്ന് വ്യക്തമായി. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്ഥാപകനുമായ VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ 22ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷത വഹിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് മെമ്പർമാരായ K ചന്ദ്രശേഖരൻ, ജോൺസൺ മല്ലിയത്ത്, ഭരണസമിതി അംഗം സെക്രട്ടറി PK തോമസ്, ഷാജി വെള്ളിയാട്ടിൽ, ഫിനോസ് ഏലിയാസ് എന്നിവർ സംസാരിച്ചു. പഠന സാമഗ്രികൾ ന്യായവിലയിൽ. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സ്റ്റുഡന്റ് സ്മാർട്ട് ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കാവശ്യമായ പഠന സാമഗ്രികൾ ന്യായവിലയിൽ ലഭ്യമാക്കുന്ന സ്റ്റുഡന്റ് സ്മാർട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന നീതി കൺസ്യൂമർ സ്റ്റോറിൽ ആരംഭിച്ച സ്റ്റുഡന്റ് സ്മാർട്ടിന്റെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. സ്കൂൾ തുറക്കാൻ പോകുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കാവശ്യമായ പഠന സാമഗ്രികൾ ന്യായവിലയിൽ ലഭ്യമാക്കുന്ന വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഉദ്യമത്തെ MLA അഭിനന്ദിച്ചു. ബാങ്ക് പ്രസിഡന്റ് NK പ്രമോദ് കുമാർ അധ്യക്ഷനായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീല മോഹൻ, KP മദനൻ, തലപ്പള്ളി താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ S സിന്ധു, നഗരസഭാ കൌൺസിലർ S രാമചന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏരിയ പ്രസിഡന്റ് EK കുമാരൻ, ബാങ്ക് മുൻ പ്രസിഡന്റ് NT ബേബി, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ സജിത സേതു, PN അനിൽകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KR ബാലകൃഷ്ണൻ, MP ജയലത, മാഗി സൈമൺ, സുഭാഷ് പുഴയ്ക്കൽ, TK രഞ്ജിത്ത്, അഹമ്മദ് സിജത്ത് എന്നിവർ പങ്കെടുത്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് CV പൌലോസ് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി രമ്യ OB നന്ദിയും അറിയിച്ചു. വാങ്ങുന്ന ഉദ്ഘാടനമാണ് MLA ഇവിടെ നിർവഹിക്കുന്നത്. EK കുമാരൻ ഏറ്റുവാങ്ങിക്കൊണ്ട് 2 ബാഗും 3 കുട. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ന്യായമായ വിലയ്ക്ക് പഠനോപകരണങ്ങൾ, പ്രത്യേകിച്ച് പിന്നെ സ്കൂളിലേക്ക് പോകുന്നതിനാവശ്യമായ എല്ലാ സാധനങ്ങളും ന്യായമായ വിലയ്ക്ക് കൊടുക്കുന്ന ഒരു സ്റ്റുഡൻറ് സ്മാർട്ട് ഔപചാരികമായി ആരംഭിക്കുകയാണ്. വടക്കാഞ്ചേരി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വിവിധ പ്രവർത്തനങ്ങൾ അതിൻ്റെ വിപുലീകരണത്തിൻ്റെ ഭാഗമായി നടന്നു വരുന്നു. അതിൽ നേരത്തെ ഇല്ലാത്ത ഒരു പ്രവർത്തന പദ്ധതി കൂടിയാണ് സ്റ്റുഡൻറ് സ്മാർട്ട്. അത് കുറെ കൂടി വിപുലമായ രീതിയിൽ തുടർന്നുള്ള വർഷങ്ങളിൽ സംഘടിപ്പിക്കാൻ നമുക്കാകണം. ഇതിൻ്റെ ഒരു 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 അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, പൊതുവിൽ ആവശ്യം വർദ്ധിക്കുന്നതിനോടനുബന്ധിച്ചാണ് വൻതോതിലുള്ള പിന്നെ വിലക്കയറ്റവും വിലവർദ്ധനവും പൂഴ്ത്തിവെപ്പും ഒക്കെ നടക്കാനിടയുള്ളത് എന്നതുകൊണ്ടാണ് ഓണമായാലും വിഷു ആയാലും മറ്റ് സീസണുകളിലെല്ലാം എന്താണോ ആവശ്യ സാധനങ്ങൾ അത് വില കുറച്ചു കൊടുക്കാൻ സഹകരണ പ്രസ്ഥാനം, പ്രത്യേകിച്ച് കൺസ്യൂമർ സംവിധാനത്തിനകത്ത് ഇടപെടുന്ന ഒരു നയം നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ നയം നമുക്ക് വളരെ വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. തീർച്ചയായും ഓപ്പൺ മാർക്കറ്റിലെ വില പിടിച്ചു നിർത്താൻ ഉതകുന്ന രീതിയിലുള്ള ഇത്തരം ഇടപെടലുകളിൽ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന തികച്ചും
മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ഈ ഘട്ടത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ സ്റ്റുഡൻസ് മാർട്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. CBSE ഫലം പ്രഖ്യാപിച്ചു. 12ാം ക്ലാസ് പരീക്ഷാ ഫലത്തിൽ 85.20% വിജയം. മേഖലയിൽ മുന്നിൽ തിരുവനന്തപുരം. വിജയശതമാനത്തിൽ മുന്നിൽ പെൺകുട്ടികൾ. വിജയശതമാനം 88.86. ആൺകുട്ടികൾ 82.13. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 100% വിജയം. പൊങ്ങണംകാട് സെന്റ് എലിസബത്ത് സ്കൂളിന് 100% വിജയം. പുത്തൂർ യങ്സ്റ്റേഴ്സ് ഫുട്ബോൾ അസോസിയേഷൻ എല്ലാ വർഷവും നടത്തിവരുന്ന സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പിന്റെ സൗജന്യ ജേഴ്സി വിതരണം നടത്തി. പുത്തൂർ ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ EA ഓമന ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറും യങ്സ്റ്റേഴ്സ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും മുഖ്യ പരിശീലകനുമായ MM സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, സ്കൂൾ ഹെഡ്മിസ്റ്റർ സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഖിൽ PS, ഫുട്ബോൾ പരിശീലകൻ സുധീഷ്, യങ്സ്റ്റേഴ്സ് വൈസ് പ്രസിഡന്റ് സന്തോഷ് കാക്കനാട്ട് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഡി അഡിക്ഷൻ മാനേജ്മെന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി മാത്യു ജോസഫ് കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സഹപരിശീലകരായ ഷിജി കള്ളാടത്തിൽ, VV ഹരിദാസ്, സ്കൂൾ കായികാധ്യാപകൻ ബെന്നി അഗസ്റ്റിൻ, യങ്സ്റ്റേഴ്സ് സെക്രട്ടറി TT ബൈജു, ട്രഷറർ M അരവിന്ദാക്ഷൻ, SMC ചെയർമാൻ സന്തോഷ് പുഴക്കടവിൽ, മെമ്പർമാർ, മറ്റ് ടീം അംഗങ്ങൾ, മാതാപിതാക്കൾ എന്നിവരും പങ്കെടുത്തു. 100ഓളം കുട്ടികൾക്ക് ജേഴ്സികൾ വിതരണം ചെയ്തു. ദേശീയപാതയിൽ ക്യാറ്റിൽ അണ്ടർപാസ് നിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് പ്രമേയം. പട്ടിക്കാട് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ 10ാം കല്ല്, ചുവന്നമണ്ണ്, വാണിയംപാറ എന്നിവിടങ്ങളിൽ ക്യാറ്റിൽ അണ്ടർപാസ് നിർമ്മിക്കണമെന്ന് പാണഞ്ചേരി പഞ്ചായത്ത് പ്രമേയം പാസാക്കി. ഉയരം കുറഞ്ഞതും കന്നുകാലികളെ സുരക്ഷിതമായി റോഡ് കടത്താൻ സഹായിക്കുന്നതുമായ ഇത്തരം അടിപ്പാതകളിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയില്ല. 2.5 മീറ്ററാണ് ഉയരമുണ്ടാവുക. ചുവന്ന മണ്ണിലെ U-ടേൺ ദേശീയപാത അതോറിറ്റി മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് അടിയന്തര പ്രമേയം പാസാക്കിയത്. പഞ്ചായത്തിലെ 4, 5, 6, 9, 10 വാർഡുകൾ ഒന്നിച്ചു ചേരുന്ന സ്ഥലമാണ് ചുവന്ന മണ്ണ്. മേഖലയിൽ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാതെ U-ടേൺ അടച്ചുകെട്ടിയത് മൂലം ഈ വാർഡുകളിൽ താമസിക്കുന്നവർക്ക് ആരാധനാലയം, റേഷൻ കട, സ്കൂൾ, അങ്കണവാടി, ആശുപത്രി, ബാങ്ക്, പാൽ സൊസൈറ്റി, കടകൾ തുടങ്ങി ആവശ്യങ്ങൾക്കും റോഡിന്റെ ഇരുവശവും ഉപയോഗിക്കണം. ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചാൽ കുട്ടികൾക്കും പ്രായമായവർക്കും കയറിറങ്ങുക പ്രയാസമാണ്. ഇതിനെ തുടർന്നാണ് ക്യാറ്റിൽ അണ്ടർപാസ് വേണമെന്ന പ്രമേയം പാസാക്കിയത്. പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു, പ്രസിഡന്റ് മിനു വർഗീസ്, വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ 6ാം വാർഡ് മെമ്പർ ഡീന മോളും 9ാം വാർഡ് മെമ്പർ സോഫി ജിജിയും ചേർന്ന് പ്രമേയം സമർപ്പിച്ചു. ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. ദേശീയപാതയിൽ ക്യാറ്റിൽ അണ്ടർപാസ് നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് പാണഞ്ചേരി പഞ്ചായത്തിൽ വാർഡ് അംഗം സോഫി ജിജി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. ഡിവൈഡറിൽ തട്ടിമറിഞ്ഞ സ്കൂട്ടർ കാറിലിടിച്ച് വീട്ടമ്മ മരിച്ചു. തൃശൂർ ഇക്കണ്ടവാര് റോഡിൽ ഡിവൈഡറിൽ തട്ടി മറുവശത്തേക്ക് മറിഞ്ഞ് സ്കൂട്ടർ കാറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ വീട്ടമ്മ മരിച്ചു. നെല്ലിക്കുന്ന് അപ്സര ഗാർഡൻസിൽ താമസിക്കുന്ന റിട്ടയർഡ് അധ്യാപിക പള്ളിപ്പുറം ലിൻസി ജോൺസണാണ് മരിച്ചത്. ഇന്നലെ രാത്രി 7:30 സംഭവം. കേന്ദ്ര വുമൺ കമ്മിറ്റി ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ കോർഡിനേറ്ററായിരുന്നു. റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ PA ജോൺസണാണ് ഭർത്താവ്. മക്കൾ എബിൻ P. ജോൺ, വിബിൻ P. ജോൺ, മരുമക്കൾ ബ്രെൻഡ ജെയിംസ്, അൻഷിത റോസ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കൂർ പൊന്നൂക്കര യൂണിറ്റിന്റെ 35ാം പൊതുയോഗവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. പൊന്നൂക്കര കുറീസ് ടവറിൽ സംഘടിപ്പിച്ച പരിപാടി വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ മുഖ്യാതിഥിയായിരുന്നു. യൂണിറ്റ് പ്രസിഡന്റ് KV ചന്ദ്രഹാസൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ജിനിൽ KC വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ജാക്സൺ CJ വാർഷിക കണക്കും അവതരിപ്പിച്ചു. നിയോജക മണ്ഡലം വൈസ് ചെയർമാൻ പ്രഹ്ലാദൻ KS, മണ്ഡലം കൺവീനർ CR ശേഖരൻ എന്നിവർ സംസാരിച്ചു. ചികിത്സാ സഹായ വിതരണവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. നമ്മുടെയൊക്കെ അഭിമാനത്തെ ഉയർത്തിക്കൊണ്ട് ഒരു ആസ്ഥാനം ഉണ്ടാക്കാനും അത് ഉദ്ഘാടനം ചെയ്യാനും നമുക്ക് കഴിഞ്ഞു. അതിനുശേഷവും ഒരു വർഷം പിന്നിടുമ്പോൾ 6 ലക്ഷത്തിൽ പരം രൂപയുടെ നീക്കിയിരിപ്പോട് കൂടിയ ഒരു കണക്കാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്നുള്ളത് എന്തുകൊണ്ടും അഭിമാനം നൽകുന്ന കാര്യമാണ്. പലപ്പോഴും വ്യാപാരമാനുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന വാർഷിക പൊതുയോഗത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന കണക്കുകൾ കടത്തിൻ്റെയും ബാധ്യതയുടെയുമായിട്ടാണ് പലപ്പോഴും കാണുന്നത്.
അതിൽ നിന്നും വ്യത്യസ്തമായി നല്ലൊരു ബാലൻസോട് കൂടിയ കണക്ക് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ ചിട്ടയോടെയുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനത്തിൻ്റെ മാതൃകയായിട്ട് തന്നെ കാണാൻ കഴിയും. ഇതൊക്കെ കുറേ വ്യത്യാസമാണ്. ബഹുഭൂരിപക്ഷം വരുന്ന വ്യാപാരികളും ഈ സംഘടനയെ മനസ്സിലാക്കുന്നു, സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നു, അതിൻ്റെ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏകദേശം 40 ലക്ഷത്തിന് മുകളിൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുവാൻ വിവിധ പദ്ധതികളിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു എന്നറിയുന്നതിലും വലിയ സന്തോഷമുണ്ട്. കാരണം അത് ലഭിക്കാൻ കാരണമായത് എന്താണ്? നിങ്ങളുടെ ദീർഘവീക്ഷണത്തോടെയുള്ള സംഘടനയെ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അത് അറിഞ്ഞു പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ നേട്ടങ്ങൾ ഈ യൂണിറ്റിലേക്ക് എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. 35 വർഷത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യകാലഘട്ടങ്ങളിലൊക്കെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലൊരിക്കൽ ഒത്തുചേരുകയും വർഷത്തിലൊരിക്കൽ പലപ്പോഴും ഇല്ലാതെ 2 വർഷത്തിലൊരിക്കലും മാത്രമായിട്ട് ചുരുങ്ങുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി. ഇന്ന് നമ്മൾ ഇടയ്ക്കിടെ പല കാര്യങ്ങൾക്കായി ഒത്തുചേരുന്നുണ്ട്, പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ നേട്ടങ്ങളൊക്കെ വ്യാപാരികളിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വിവരം നൽകുന്നത് ഉദ്യോഗസ്ഥർ ഔദാര്യമായി കാണരുതെന്ന് വിവരാവകാശ കമ്മീഷണർ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം നൽകുന്നത് ഔദാര്യമായി ഉദ്യോഗസ്ഥർ കാണരുതെന്നും ജനങ്ങളുടെ അവകാശമാണെന്നും
സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ. തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ സംഘടിപ്പിച്ച വിവരാവകാശ ഹിയറിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ. അപേക്ഷകരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതും വ്യക്തമായി മറുപടി നൽകാതിരിക്കുന്നതും നിയമത്തിനെതിരാണ്. ഇത്തരം പ്രവൃത്തികൾക്കെതിരെ കമ്മീഷൻ കർശന നടപടികൾ സ്വീകരിക്കും. ഉദ്യോഗസ്ഥരും അപേക്ഷകരും വിവരാവകാശ നിയമത്തിന്റെ അന്തസത്ത മനസ്സിലാക്കിയാകണം പെരുമാറേണ്ടത്. അപേക്ഷ ലഭിച്ചാൽ വിവരങ്ങൾ കൃത്യതയോടെ സമയബന്ധിതമായി കൈമാറാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണം. ഓഫീസ് പ്രവർത്തന സമയത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള സങ്കീർണവും ദൈർഘ്യമേറിയതും അവ്യക്തവുമായ ചോദ്യങ്ങൾ ഒഴിവാക്കണം. സുതാര്യതയാണ് വിവരാവകാശ നിയമത്തിന്റെ അടിത്തറ. അഴിമതിരഹിതവും ഉത്തരവാദിത്വബോധവുമുള്ള സദ്ഭരണമാണ് വിവരാവകാശത്തിന്റെ ലക്ഷ്യം. വിവരാവകാശ നിയമം പാസാക്കിയിട്ട് 20 വർഷങ്ങൾ പിന്നിട്ടിട്ടും വിവരങ്ങൾ കൈമാറാൻ ഉദ്യോഗസ്ഥർ മടിക്കുന്നതുകൊണ്ടാണ് കമ്മീഷനിൽ അപ്പീലുകൾ വർദ്ധിക്കുന്നത്. സുതാര്യമാണെങ്കിൽ നിയമത്തെ ഭയക്കേണ്ടതില്ല. ഹിയറിംഗിന് ഹാജരാകാത്ത ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ ആസ്ഥാനത്ത് ഹാജരായി സമൻസ് അയക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. 20 കേസുകൾ ഹിയറിംഗിൽ പരിഗണിച്ചു. 18 കേസുകൾ തീർപ്പാക്കി. 2 കേസുകളിൽ എതിർകക്ഷികൾ ഹാജരാകാതിരുന്നതിനാൽ ഹിയറിംഗ് മാറ്റിവെച്ചു. പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുടെ നഴ്സസ് ദിനാഘോഷം ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ പി ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ കോർപ്പറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി DMO ഡോക്ടർ ഫ്ലെമി ജോസ് അധ്യക്ഷത വഹിച്ചു. മ്യൂസിക്കൽ വൈഫ് വിന്നർ സാദിയ ഉല്ലാസ് വിശിഷ്ടാതിഥിയായി. ഡോക്ടർ സുജ അലോഷ്യസ് നഴ്സസ് ദിന സന്ദേശം നൽകി. ഡാർലി പ്രതിജ്ഞാവാചകം ചൊല്ലി. സന്തോഷ് ജോർജ്, ഖദീജ ബീവി എന്നിവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ചാരിറ്റി പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. നഴ്സുമാരും അവരെ മാതൃകയാക്കി കൊണ്ടുപോകണമെന്നൊക്കെ ഇവിടെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ നമ്മൾ നിലവിലുള്ളതും ഇനിയും വരാൻ പോകുന്നതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ചില തലമുറ വ്യത്യാസം കാണുന്നുണ്ട്. അത് എല്ലാ മേഖലയിലും ഉണ്ടാവും. അപ്പോൾ കുറേ പേര് റിട്ടയർ ചെയ്യുമെന്നാണ് സിസ്റ്റർ പറഞ്ഞത് അല്ലേ? ഈ അടുത്ത് വലിയ ഒരു മുൻനിര ആളുകൾ റിട്ടയർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നോക്കിയാലും നമ്മൾ ഓരോ വർഷവും മുൻനിരയിൽ നിന്ന് പലരും പോകും. പുതിയ ആൾക്കാർ സർവീസിൽ വരും. അപ്പോൾ 2 എക്സ്ട്രീമിലുള്ള ആൾക്കാർ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ഒരു സേവന രംഗമായിട്ട് ആരോഗ്യമേഖല മാത്രമല്ല നമ്മുടെ മറ്റ് പല മേഖലകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇതിൽ ടെക്നോളജി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സർവീസ് തീരുന്ന ഒരാൾ സർവീസിൽ പ്രവേശിച്ച കാലത്തെ രീതിയിലല്ല ഇന്ന് സർവീസിൽ പ്രവേശിക്കുന്ന ഒരു JPHN പ്രവർത്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം മോൾഡ് ചെയ്യപ്പെടുന്ന അറിഞ്ഞായിരിക്കും. പുതിയതായിട്ട് വരുന്ന നമ്മുടെ ചെറുപ്പക്കാർ കുറേ പേര് ഈ അടുത്ത കാലത്ത് സർവീസിൽ വന്നായിട്ട് പറയപ്പെടുകയുണ്ടായി. അവരുടെ ആദ്യത്തെ ഒരു നഴ്സസ് ദിനാചരണവുമായിരിക്കും ഒരു പക്ഷേ ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ അവതാരിക ആയിട്ടുള്ളവർ സർവീസിൽ വന്നിട്ട് മാസങ്ങളായിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിൽ തലമുറ വ്യത്യാസം വരുമ്പോഴും ഈ സാങ്കേതിക മികവ് ഉള്ള കാലഘട്ടത്തിൽ വരുമ്പോഴും അതിനനുസരിച്ച് നമ്മൾ പാകപ്പെടാതെ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. ഇനിയുള്ള കാലം അതാണ് വരാൻ പോകുന്നത്. ഞാൻ മുമ്പ് NTPയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്ന് പറഞ്ഞൊരു തസ്തികയുണ്ട്. ജില്ലാ TB സെൻ്ററിലും അതുമാതിരി നമ്മളെ ട്യൂബർകുലോസിസ് യൂണിറ്റുകളിലും. അപ്പോൾ 1997 ട്രീറ്റ്മെൻറ്റ് ഒല്ലൂക്കര ഡോൺ ബോസ്കോ യൂത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 3 മുതൽ 9 വരെ 8ാമത് അഖില കേരള ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അണ്ടർ 15 സീനിയർ വിഭാഗങ്ങളിലായി കേരളത്തിലെ പ്രമുഖ 8 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ താരം വിക്ടർ മഞ്ഞില ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വിദേശ താരങ്ങളടക്കമുള്ള നിരവധി പ്രമുഖ താരങ്ങൾ പങ്കെടുത്ത 7 ദിവസം നീണ്ടുനിന്ന ടൂർണമെന്റിൽ അണ്ടർ 15 വിഭാഗത്തിൽ ഫെന്റാസ്റ്റിക് 11 പാവറട്ടി വിജയികളായും ക്യാം നൌ പൂച്ചട്ടി റണ്ണേഴ്സ് അപ്പുമായി മാറി. സീനിയർ വിഭാഗത്തിൽ വൈഗ FC മൈലിപ്പുറം, സെവൻസ് മലപ്പുറം ജേതാക്കളായപ്പോൾ ഡ്രിബിൾസ് ആൻഡ് ടാക്കിൽസ് പ്ലേ ബോയ്സ് തൃശൂർ റണ്ണേഴ്സ് അപ്പായി. ഫൈനൽ മത്സരത്തിൽ ചീഫ് ഗസ്റ്റായി തൃശൂർ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ എത്തിച്ചേർന്നു. ആവേശകരമായ ടൂർണമെന്റിന്റെ വിജയികൾക്കുള്ള ട്രോഫികൾ ഡോൺ ബോസ്കോ സ്കൂൾ മണ്ണുത്തി റെക്ടർ ഫാദർ ജോയ്സ് തോണിക്കുഴിയിൽ, കോളേജ് റെക്ടർ ഫാദർ സിറിൽ ഇടമന എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. യൂത്ത് സെന്റർ അഡ്മിൻ ഫാദർ റൂബിൻ, പ്രസിഡന്റ് ഷഹീദ് സെയ്തു, അനിൽ സെബാസ്റ്റ്യൻ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൂർ യൂണിറ്റിന്റെ 46ാം വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടത്തി. പുത്തൂർ പൗണ്ട് റോഡ് കള്ളാടത്തിൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു.
യൂണിറ്റ് പ്രസിഡന്റ് PR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബിജു ഇടക്കളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി സതികുമാർ KK വാർഷിക റിപ്പോർട്ടും ട്രഷറർ KP ബേബി വാർഷിക കണക്കും അവതരിപ്പിച്ചു. KS പ്രഹ്ലാദൻ, CR ശേഖരൻ, VD സുരേഷ് വാക്യാട്ടിൽ, റാഫി കൂനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൊതുചർച്ചയും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു. കച്ചവടം കൂട്ടാൻ എന്ത് വേണമെന്ന് വ്യാപാരികള് വളരെ ഗൗരവത്തോടെ ചിന്തിച്ച് അവനവന്റെ കച്ചവടം കൂട്ടാനുള്ള വഴികൾ അവനവൻ തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാനിവിടെ ഒരൊറ്റ വരവരിക്കണം ഇവിടെ നിർത്തുകയാണ്. 46-ാം വാർഷിക പൊതുയോഗം നിങ്ങളെല്ലാവരും അല്പം വൈകിയാലും നിങ്ങൾ വന്നു. പ്രസിഡന്റ്, നിങ്ങളെ വൈസ് പ്രസിഡന്റ് ഒക്കെ വിഷമം പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കറിയാമായിരുന്നു, ഞാനും ബിജു ഒക്കെ പറഞ്ഞു 10 മണിക്ക്. ഇവര് പറഞ്ഞു 10:15 തുടങ്ങാം. ഞാൻ പറഞ്ഞു വേണ്ട, 10 മണി എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരല്ല, ഒരു 10:30 ആകുമ്പോൾ വരും. പോരാത്തതിന് സ്ഥലമൊന്നും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. പുത്തൂരാണെങ്കിലും ഇപ്പോ അവിടെ സാധാരണ കൂടാറുള്ള സ്ഥലത്താണെങ്കിൽ ഇതിനേക്കാളും 10 ആളും കൂടി കൂടുതലുണ്ടാകുമായിരുന്നു. എനിക്കറിയാലോ, ഞാൻ സാധാരണ വരുന്നതല്ലേ. അപ്പൊ അതൊക്കെ പഠിച്ച് ഞാൻ പറഞ്ഞു 10:30 തുടങ്ങുന്നുള്ളൂ. അപ്പൊ 10:30 ആകുമ്പോഴത്തേനും ചായ കിട്ടി, വട കിട്ടി, സന്തോഷമായിട്ടിരിക്കുക. അത്ര തന്നെ കാര്യം. ഏറ്റവും വലിയ കാര്യം എന്താ, മനസ്സിന് സന്തോഷമുണ്ട്. അപ്പൊ ചായ വടയൊക്കെ കുടിച്ചു നല്ല സന്തോഷമായി. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ അതിലേറെ സന്തോഷമായി. എന്തായാലും നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. നല്ല രീതിയിൽ വ്യാപാരം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. സർവേശ്വരൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 46-ാം വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് രാം. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ ചെമ്പൂത്രയിൽ വാഹനമിടിച്ച് മയിൽ ചത്തു. ഇന്ന് രാവിലെയാണ് സംഭവം. ദേശീയപാതയ്ക്ക് കുറുകെ പറന്ന മയിലിനെ ഏതോ വാഹനം ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ചത്ത മയിൽ റോഡിൽ കിടക്കുകയായിരുന്നു. തുടർന്ന് മയിലിനെ ആരോ റോഡിന്റെ അരുകുവശത്തെ ഡിവൈഡറിൽ മാറ്റിക്കിടത്തിയ നിലയിലാണ് കണ്ടത്. ശേഷം സ്ഥലത്തെത്തിയ CTVയുടെ റിപ്പോർട്ടർ റിജീഷ് കൊക്കിണി വനം വകുപ്പ് അധികൃതരെ വിളിച്ചറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി മയിലിനെ കൊണ്ടുപോയി. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ടോറസ് ലോറിക്ക് പിറകിൽ ഇടിച്ചുകയറി 3 പേർക്ക് പരിക്ക്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അകമലയിൽ ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടം. നിറയെ യാത്രക്കാരുമായി പഴയന്നൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ മുൻഭാഗത്തിരുന്ന യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അകമല ഫ്ലൈവെൽ സ്റ്റോപ്പിന് സമീപമാണ് അപകടം. മേഖലയിൽ നിരന്തരം അപകടങ്ങൾ തുടർക്കഥയാണ്. അപകടങ്ങളിൽ 2 പേർക്ക് മരണം സംഭവിച്ചു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിലെ റോഡരികിലുള്ള അനധികൃത കച്ചവടവും റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. തൃശൂർ വഞ്ചിക്കുളത്തിനു സമീപം 3.5 കിലോ കഞ്ചാവുമായി അസം സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. മധ്യമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗം മുജീബ് റഹ്മാൻ നൽകിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസും പാർട്ടിയും ചേർന്ന് റെയിൽവേ ഗുഡ്സ് ഷെഡിന് സമീപത്ത് വെച്ച്
3.460 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിന് അസം സ്വദേശി ജുണ്ടു ഡോളി എന്നയാളെ അറസ്റ്റ് ചെയ്തത്. കത്തികാട്ടി ഭീഷണിപ്പെടുത്തി കാർ തട്ടിയെടുത്ത കേസിലെ പ്രധാന പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടി സിറ്റി പോലീസ്. മൊബൈൽ ഫോൺ, വിലപ്പെട്ട രേഖകൾ എന്നിവരടങ്ങിയ കാർ തട്ടിയെടുത്ത കേസിലെ പ്രധാന പ്രതി തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി മണികണ്ഠനെയാണ് സഗോക് സ്ക്വാഡ് അതിവിദഗ്ധമായി തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയത്. മറ്റു പ്രതികളായ തമിഴ്നാട് സ്വദേശികളായ നാഗർകോവിൽ ചെട്ടിക്കുളം ഷെൽവൻ, തിരുനെൽവേലി വള്ളിയൂർ ജയകുമാർ എന്നിവരെ പീച്ചി പോലീസും സാഗോക് സ്ക്വാഡും ചേർന്ന് മുംബൈയിൽ നിന്ന് പിടികൂടിയിരുന്നു. രാമരാമ പാഹിമാം രാമഭക്ത സംഗമം 15, 16, 17 ദിവസങ്ങളിൽ ഗുരുവായൂർ സരയൂ നഗർ ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സായി സഞ്ജീവനി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ നടത്തുന്ന രാമരാമ പാഹിമാം എന്ന ദേശീയ സെമിനാറിന്റെ ഭാഗമായി രാമർ കൂത്ത് അരങ്ങേറുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസിന്റെ സഹകരണത്തോടെയാണ് സെമിനാർ. ശ്രീരാമചരിത്രത്തെ ആസ്പദമാക്കി പാട്ടും ചുവടുകളും ഇതിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ പൊന്നൻ രംഗൻ, കാരമട ജഡയൻ, വിനോദ് ഊത്തുക്കുഴി, വിജേഷ് മണി, സി അരുൺകുമാർ, ബി സഞ്ജീവൻ നമ്പ്യത്ത് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ തൃശൂർ AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മണ്ണുത്തി നെട്ടിശ്ശേരിയിൽ ബൈക്കിലെത്തി സ്ത്രീയുടെ സ്വർണമാല കവർച്ച നടത്തിയ പ്രതിയെ സാഹസികമായി പിടികൂടി കൊരട്ടി പ്രൊബേഷൻ SI അരുൺകുമാറും സംഘവും. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത ചെമ്പൂത്രയിൽ വാഹനമിടിച്ച് മയിൽ ചത്തു. ദേശീയപാതയിൽ ക്യാറ്റിൽ അണ്ടർപാസ് നിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് പ്രമേയം. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.